ഇന്ന് ഞാൻ കുറച്ച് ഷോർട്സ് ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ടല്ലേ. നമ്മൾക്ക് കുറച്ച് അറിവും വിവരവും ബോധവും ഒക്കെ ആവുന്ന സമയത്താണ് ശരിക്കും വീട്ടിലുണ്ടാവുന്ന ഫലങ്ങളുടെ ആ ഒരു ഫലങ്ങളുടെ വില നമ്മൾ അറിയുള്ളൂ. എനിക്ക് പണ്ട് കൂടുതലും ഞാൻ എൻ്റെ പപ്പയോടും മമ്മിയോടും ഒക്കെ ചോദിക്കുമായിരുന്നു, എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, കടയിൽ നിന്ന് മേടിച്ചാൽ പോരേന്ന്. പക്ഷേ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുഞ്ഞായപ്പോഴാണ് കേട്ടോ ഈ വിഷമെല്ലാം കൂടെ അടിച്ചത് കൊച്ചിനൊക്കെ എങ്ങനെ കൊടുക്കുമെന്ന് ഓർത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നിയത് കേട്ടോ. അപ്പോഴാണ് ശരിക്കും വീട്ടിൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു വില ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് കൂടുതലും വീട്ടിൽ എന്തുണ്ടാവുന്നോ അതിൽ നിന്ന് കുഞ്ഞിന് കൊടുക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ നമ്മൾ എത്ര തടഞ്ഞാലും വരാനുള്ളത് വരുമല്ലേ. പിന്നെ എല്ലാം ദൈവത്തെ വിളിച്ച് ജീവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ റോബസ്റ്റ കൊല, നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വെക്കുന്നത് റോബസ്റ്റയാണ് കേട്ടോ. റോബസ്റ്റ വാഴ അത് നല്ലതുപോലെ അത്യാവശ്യം ഉണ്ടാകാറുണ്ട്. പിന്നെ ഏത്തവാഴയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പുഴു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഏത്തവാഴയാണ് കേട്ടോ വെക്കുക. ഏത്തവാഴയല്ല, റോബസ്റ്റയാണ് വെക്കുക. അപ്പോൾ ഇതൊരുപാട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ നെയ്ബേഴ്സിനെല്ലാം ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് കായ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടെ നമുക്കിരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും വിഷം അടിക്കാതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ സെയിൽ ചെയ്യാറൊന്നുമില്ല കേട്ടോ. എല്ലാം നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളവർക്കെല്ലാം കൊടുത്ത് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമുക്കുള്ളതിൽ നിന്ന് നമ്മളെല്ലാവർക്കും കൊടുക്കണം. അപ്പം നമ്മളുടെ സമ്പത്താണെങ്കിലും നമ്മളുടെ വീട്ടിലുള്ള ഫലങ്ങളാണെങ്കിലും വർദ്ധിച്ച് വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ വലിയ പണക്കാരി എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കുറച്ച് വരുമാനമേ ഉള്ളെങ്കിലും അതിൽ നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്നത് ജോലി എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ദൈവം നമ്മളെ കൂടുതലായി അനുഗ്രഹിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതെല്ലാം എൻ്റെ പപ്പയുടെ കൃഷിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ചെടികളും കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയാണല്ലോ, അപ്പോഴാണ് നമ്മൾ വീണ്ടും വിത്ത് പാകാനൊക്കെ പോകുന്നത്. അപ്പം ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇല പെറുക്കിയും തൂത്തും എല്ലാം പപ്പ ഇങ്ങനെ നീറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് കേട്ടോ.